അതേ മൈതാനം തന്നെ. അതേ ഒറ്റ കാര്യമുള്ളൂ, ബസ്സിന്ന് ചാടി ഇറങ്ങിയാൽ ബസ്സെ കയറ്റാൻ വേണ്ടി ലിഫ്റ്റ് വെക്കത്തുമില്ല. ഈ രണ്ട് കാര്യം ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ക്രമീകരണങ്ങളെല്ലാം കറക്റ്റായിട്ട് പോകും. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, മുഖ്യമന്ത്രി ദശാവതാരത്തിലൊന്നാണ്, ഒരു അവതാര പുരുഷനാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിനോട് അതിൻ്റെ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോടുള്ള അടുപ്പം കൊണ്ട്, സ്നേഹം കൊണ്ടാണ്, അടുപ്പം കൊണ്ട് എന്താ ഉദ്ദേശിച്ചത് എന്ന് ഞാൻ പിന്നെ ചോദിക്കാനിരിക്കുകയാണ്. മത്സ്യക്കൂർമ്മ വരാഹസ്യം എന്നൊക്കെയല്ലേ ദശാവതാരങ്ങളുടെ വരവ് അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ. അതിലേത് ഇനത്തിലേക്ക് വരുന്നതെന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രി വന്നിട്ട് ഞങ്ങൾ പറയുന്നതില്ല. പാലായിൽ ഇവിടെ ഉന്നയിച്ച ഇഷ്യൂ കേരളത്തിലെ റബ്ബർ കർഷകരുടെയാണ്. ഞങ്ങളിപ്പോൾ വരുന്നത് റബ്ബർ കർഷകരുടെ ഒരു ഒട്ടുപാലും ചിരട്ടയായിട്ടാണ് ഞങ്ങളുടെ ഇരകൾ ഇവിടെ വരാൻ പോകുന്നത്. ഞങ്ങളുടേക്ക് ആവശ്യമുണ്ട്. മുഖ്യമന്ത്രി മറുപടി പറയാത്തത് കൊണ്ട് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നമുക്ക് കൈ കെട്ടിയിരിക്കാൻ പറ്റുമോ? നമ്മൾ പറയുന്നത് റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ, പാവങ്ങൾ, അവരുൽപ്പാദിപ്പിക്കുന്ന റബ്ബറിന് വിലയില്ല, വെട്ടുകൂലി പോലും ഒക്കുന്നില്ല. അതുകൊണ്ട് ഒട്ടുപാലും ഇവിടെ ചിരട്ടയായിട്ട് അവർ നേരെ മൈതാനത്തോട്ട് വരിക. മുഖ്യമന്ത്രി വരുന്നത് അതേ മൈതാനത്തോട്ട് വരികയാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതാ ഇഷ്യൂ അടിസ്ഥാനത്തിലാണ്. ഞങ്ങളുടെ നിലപാട് വ്യക്തിഗതമല്ല, ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്.